വാത്സല്യമുള്ളവരെ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യമനുസരിച്ച് വളരെ നിഷ്ഠയോടെ പ്രാർത്ഥനാപൂർവം ആചരിക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ 15 നോമ്പ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണം, അസംഷൻ ഓഫ് മേരി, അത്യന്തം മഹത്തായ ഒരു വിശ്വാസ സത്യമാണ്. പരിശുദ്ധ അമ്മ തന്റെ ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കിയ ശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ് ഈ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സാരാംശം. 1950 പരിശുദ്ധനായ പയസ് 12 മാർപ്പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി ഔദ്യോഗികമായി സഭയെ പഠിപ്പിച്ചത്. ഇന്നും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വലിയ ആശ്രയമാണ്. ഉപാധികളില്ലാത്ത സമർപ്പണത്തിന്റെ ഉത്തമമായ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. സമ്പൂർണമായ സമർപ്പണത്തിന് ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച യേശുനാഥന് ശൂന്യതയുടെയും സമർപ്പണത്തിന്റെയും ആദ്യ പാഠങ്ങൾ പകർന്നുകൊടുത്തത് പരിശുദ്ധ അമ്മയാണ്. ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളോടും പലപ്പോഴും സമർപ്പണം കാണിക്കാൻ ഇന്ന് നമ്മൾ മറന്നുപോകുന്നു. അപ്പോഴൊക്കെ പരിശുദ്ധ അമ്മയുടെ ഉപാധികളില്ലാത്ത ഈ ഒരു സമർപ്പണ ജീവിതം നമുക്ക് മാതൃകയാക്കാം. പരിപൂർണമായ വിധേയത്വത്തിനും ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ ദൈവമാതാവ്. സ്വന്തം താല്പര്യങ്ങളെ മറന്നുകൊണ്ടുള്ള പൂർണമായ വിധേയത്വം, അനുസരണ എന്നിവയ്ക്ക് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. ദൈവമാതാവാകാൻ പോകുന്ന നിമിഷങ്ങളിൽ നേരിട്ട എല്ലാ കഷ്ടതകളും വ്യാകുലതകളും ഒക്കെ ഇതിന് ഉത്തമമായ ഉദാഹരണമാണ്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചതു മുതൽ കാൽവരിക്കുന്നിൽ കുരിശിൻ ചുവട്ടിൽ ചേതനയറ്റ തിരുക്കുമാരന്റെ ശരീരം മടിയിൽ കിടത്തിയ നിമിഷം വരെ അനുസരണയ്ക്ക് പ്രത്യുത്തരമായി ലഭിച്ചത് സൗഭാഗ്യങ്ങളല്ലായിരുന്നു, മറിച്ച് ക്രൂരമായ പരിഹാസത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും അനുഭവങ്ങളാണ്. അനുസരണം എന്ന പുണ്യം വലിയ ത്യാഗം ആവശ്യപ്പെടുന്നു എന്നതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് ഉത്തമമായ മാതൃകയാകട്ടെ. ഇനി വരുന്ന 15 ദിവസങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം